ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാല നമ്മോട് എന്താണ് പറയുന്നതെന്ന് എലിസബത്ത് സാൻഡോയുടെ വെളിപ്പെടുത്തലുകളിലൂടെ ലോകം അറിയുകയാണ്. ഈശോയും മാതാവും ഈ അന്ത്യകാലഘട്ടത്തിൽ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തികച്ചും ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് ഉണ്ടായ അനുഭവങ്ങളാണിത്. അതുകൊണ്ട് ഏത് എളിയ വ്യക്തികൾക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കും. എലിസബത്ത് സാൻഡോയോട് ദൈവവും പരിശുദ്ധ അമ്മയും വന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മോട് തന്നെയാണത് പറയുന്നത്. നമുക്കിന്ന് 11-ാം ഭാഗം നോക്കാം. പരിശുദ്ധ അമ്മ പറയുകയാണ്, എൻ്റെ സ്നേഹാഗ്നി ജ്വാല കടലും കടന്നു പോകണം എന്ന്. ഇത് എലിസബത്തിനൊന്നും മനസ്സിലായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദിവ്യകാരുണ്യ ആരാധനയ്ക്കിടയിൽ സാത്താൻ എലിസബത്തിനെ സമീപിച്ചു. ആദ്യം ഈ സാത്താൻ കൊണ്ടുവരുന്നത് വെറുപ്പ് ഉളവാക്കുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയും, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നീ സാധാരണ മനുഷ്യർ ജീവിക്കുന്ന പോലെ ജീവിക്ക്. നീ എന്തിനാണ് ഇങ്ങനെ ഈ വിശുദ്ധയായി ജീവിക്കുന്നു എന്ന് വിചാരിച്ച് ജീവിക്കുന്നത്? നിനക്ക് ചിത്തഭ്രമമാണ്. അങ്ങനെയാണ് ആളുകൾ നിന്നെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് നീ നിൻ്റെ സാധാരണ ജീവിതം നയിക്ക്. ഇങ്ങനെ പറയുമ്പോൾ എലിസബത്ത് ഈ ചിന്തകളെയൊക്കെ അതിജീവിച്ച് ഈശോയുടെ സഹനങ്ങളെ പറ്റിയുള്ള ചിന്തയിൽ മുഴുകുമ്പോൾ പിശാച് കോപാകുലനായിട്ട് അലർച്ചയിൽ മുഴുങ്ങുകയാണ്. അവൻ്റെ ശക്തിഹീനമായ അലർച്ച മുഴങ്ങി കേൾക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ കണ്ടോ നിന്നെ ഞാൻ എൻ്റേതാക്കും എന്ന്. അപ്പോൾ ഈ എലിസബത്ത് സാൻഡോ ഈശോയെ എന്നെ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് നിലവിളിച്ച സന്ദർഭത്തിൽ അതിശയിക്കുന്ന രീതിയിൽ അവൻ പോകുന്നതും എലിസബത്ത് കാണുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറയുമത്രേ, ഭയപ്പെടേണ്ട, നിന്നെ ഉപദ്രവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. അനുവദിച്ചിരുന്നെങ്കിൽ സാത്താനും അനുചരന്മാരും കൂടി നിന്നെ പിച്ചി ചീന്തുമായിരുന്നു. ശക്തയായിരിക്കുക, പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. ഇങ്ങനെയാണ് ഈശോ പറയുക. അതുപോലെ പരിശുദ്ധ അമ്മ പറഞ്ഞു, എൻ്റെ കൊച്ചു കർമ്മലിയത്ത മകളെ, ഇനി നമുക്ക് ഒരുമിച്ച് വിശുദ്ധ യൗസേപ്പിനോടുകൂടെ ബെത്ലഹേമിലെ ഇരുണ്ട ഇടവഴികളിലൂടെ എൻ്റെ സ്നേഹാഗ്നി ജ്വാലയായ ഈശോയ്ക്ക് വേണ്ടി പാർപ്പിടമന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നീ ഞങ്ങളോട് കൂടെ ഈ വഴിയെ നടക്കണം. ഇതാണ് മറ്റുള്ളവർക്ക് നീ സ്നേഹാഗ്നി ജ്വാല നൽകേണ്ട സമയം. ഇതിനുള്ള ശക്തി നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കും. പ്രിയ കൂട്ടുകാരെ, എന്താണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാല? നമ്മളെപ്പോഴും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ കാര്യങ്ങൾ സമർപ്പിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. ഈ വിമല ഹൃദയത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന സ്നേഹാഗ്നിജ്വാല എന്താണ്? വിമല ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള സ്നേഹാഗ്നിജ്വാലയെ നമ്മൾ ആരാധിക്കണം. അപ്പോൾ പറയും, മാതാവിനെയാണോ ആരാധിക്കുന്നത്? അല്ല, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാല ഈശോയാണ് എന്നാണ് പരിശുദ്ധ അമ്മ ഇവിടെ വെളിപ്പെടുത്തുന്നത്. അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ഉള്ളിലെ സ്നേഹാഗ്നിജ്വാല ഈശോയാണ്. ആ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട സമയമാണിത് എന്നാണ് എലിസബത്തിനോട് പരിശുദ്ധ അമ്മ പറയുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് സെപ്റ്റംബർ 7-ാം തീയതി, സെപ്റ്റംബർ 8, 7 തീയതികളിൽ രാത്രി ജാഗരണത്തിൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മ സ്നേഹാഗ്നി ജ്വാലയെക്കുറിച്ചും അത് നൽകുന്ന കൃപകളെക്കുറിച്ചും പറഞ്ഞു. രാത്രി ജാഗരണ പ്രാർത്ഥന വലിയ പ്രാധാന്യമുള്ളതാണ് എന്നാണ് പരിശുദ്ധ അമ്മ ഈ എലിസബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത്. രാത്രി ആരാധന നടത്തിയാൽ, രാത്രി പ്രാർത്ഥന നടത്തുമ്പോൾ നമ്മുടെ അയൽപ്പക്കത്ത് മരണാസന്നരായിരിക്കുന്ന സകല വ്യക്തികൾക്കും
ഈ സ്നേഹാഗ്നിജ്വാലയുടെ കൃപകൾ ഒഴുകി എത്തും എന്നാണ് പറയുന്നത്. രാത്രി ആരാധനയിൽ സാത്താൻ അന്ധനാക്കപ്പെടും. സെപ്റ്റംബർ 15 വ്യാകുലമാതാവിൻ്റെ ദിവസം അമ്മ എലിസബത്തിനോട് പറയുകയാണ്, തൻ്റെ സ്നേഹാഗ്നിജ്വാലയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അത് നൽകുന്ന കൃപകളെക്കുറിച്ചും മനുഷ്യർ മനസ്സിലാക്കുന്നതില്ലല്ലോ എന്നോർത്ത് അമ്മ വിലപിക്കുകയാണ്. അതുപോലെ ഈ വ്യാകുലമാതാവ് പറഞ്ഞു, ശ്രദ്ധയില്ലായ്മ മൂലം അവരെൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കളയുകയാണ്. അപ്പോൾ എന്തുണ്ടാകും? അനേകം ആത്മാക്കൾ നശിച്ചു പോകുന്നു. അമ്മ പറഞ്ഞു, ധാരാളം ത്യാഗങ്ങൾ അനുഷ്ഠിക്കാനും പരിഹാസങ്ങൾ സ്വീകരിക്കുവാനും പറഞ്ഞു എന്ന്. മറ്റുള്ളവരുടെ തരം താഴ്ത്തലുകൾ, ഒറ്റപ്പെടുത്തലുകൾ എല്ലാം സ്വീകരിക്കാനാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. അതുവഴി അനേക ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുമെന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ കുടുംബത്തിലോ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ, അതുപോലെ മറ്റുള്ളവർ നമ്മളെ നോക്കി പരിഹസിക്കുന്നുണ്ടെങ്കിൽ, അപവാദം പറയുന്നുണ്ടെങ്കിൽ എല്ലാം സഹിച്ചോ. ധാരാളം ആത്മാക്കൾ ഇങ്ങനെയുള്ള സഹനത്തിലൂടെയാണത്രേ രക്ഷപ്പെട്ട് പോകുന്നത്. എലിസബത്ത് സാന്റോയോട് അമ്മ പറഞ്ഞ മറ്റൊരു കാര്യം ഉപവാസത്തെക്കുറിച്ചാണ്. ഉപവാസം ശുദ്ധീകരാത്മാക്കൾക്ക്, പ്രത്യേകിച്ച് പുരോഹിതന്മാർക്ക് കാഴ്ചവെക്കണമെന്ന്. അതുപോലെ പറയുകയാണ്, ആരെങ്കിലും മരണമടഞ്ഞൊരു പുരോഹിതൻ്റെ ആത്മാവിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ മരണത്തിൻ്റെ 8-ാം ദിവസം ആ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിതമാകും. ആര് ഈ ഉപവാസം എടുത്താലും ആ ആത്മാവ് മോചിക്കപ്പെടും. അപ്പോൾ രാത്രി ജാഗരണം നടത്തുന്നതും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ ആത്മാക്കളെ നേടാനുള്ള ഏറ്റവും നല്ല മാർഗമാണെന്ന് ചുരുക്കം. എലിസബത്ത് സാന്റോ വീട്ടിലേക്ക് പോകാനൊരുങ്ങിയപ്പോൾ ഈശോ പറയുകയാണ്, ഞാനും നിൻ്റെ കൂടെ വരുന്നു. ദിവസം മുഴുവൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ അധരങ്ങൾ ഒരുമിച്ച് നിത്യപിതാവിനോട് കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നിത്യപിതാവിനോട് കരുണയ്ക്കായി പ്രാർത്ഥിക്കേണ്ട സമയമാണെന്ന്. അതാണ് എലിസബത്ത് സാന്റോയോട് പറയുന്നത്. ലോകം മുഴുവനും സ്നേഹാഗ്നിജ്വാല എത്തണം എന്നാണ് ഒരേയൊരു ചിന്ത എലിസബത്തിന്. കാരണം പരിശുദ്ധ അമ്മ അതല്ലേ പറഞ്ഞത്, എൻ്റെ സ്നേഹാഗ്നിജ്വാല ലോകം മുഴുവൻ അറിയപ്പെടണം. അതായത് ഈശോ ലോകം മുഴുവൻ അറിയണം എന്ന്. അതുപോലെ പരിശുദ്ധ അമ്മ പറഞ്ഞു, മോളെ നിനക്കറിയുമോ, വ്യാഴവും വെള്ളിയും ദൈവകൃപയുടെ പ്രത്യേക ദിനങ്ങളാണെന്ന് നിനക്കറിയുമോ എന്ന്. ഈ ദിവസങ്ങളിൽ എൻ്റെ പുത്രന് വേണ്ടി പരിഹാര പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് വലിയ കൃപകൾ നൽകപ്പെടും. അതുപോലെ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ്റെ ശക്തി കുറയും. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ ഓടി നടക്കുകയല്ലേ ചെയ്യുന്നത് സഹനങ്ങൾ മാറ്റാൻ. എലിസബത്തിനോട് ഈശോ പറയുകയാണ്, നീ സഹിക്കുന്നത് ഞാൻ അറിയുന്നു. ഇതെൻ്റെ സമ്മാനമാണ്, എനിക്ക് വേണ്ടി സഹിക്കുക. മറ്റാർക്കും ഇങ്ങനെയൊരു സമ്മാനം നൽകാൻ കഴിയില്ല. നിർമ്മല സ്നേഹത്തിൽ അത് സ്വീകരിക്കുക. എന്നിട്ട് പറയാണ്, ഈ സഹനങ്ങളിലൂടെ ഞാൻ നിനക്ക് കൃപകൾ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. വിളവധികം വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് നമ്മൾ വളരെ ഉണർവോടെ പ്രവർത്തിക്കണമെന്ന്. എന്നിട്ട് ഈശോ പറയുകയാണ്, ഞാൻ നിനക്കൊരു സമ്മാനം തരാം. നിൻ്റെ ശുഷ്കാന്തിയും വിശ്വസ്തതയും നിൻ്റെ ശവകുടീരം വരെ നിലനിൽക്കണമെന്നും ഇതുമാത്രമാണ് സ്വർഗീയ സഹായം ലഭിക്കാനുള്ള ഏക മാർഗമെന്നും ലോകം അറിയണം. സഹനത്തിൻ്റെ വിലയാണ് ഇവിടെ പറയുന്നത്. ആ സഹനം ഇല്ലാതാക്കാനാണ് നമ്മൾ ഓടി നടന്ന് പല അഭ്യാസങ്ങളും കാണിക്കുന്നത്. ഈശോ പറയാണ്, എനിക്ക് സമർപ്പിക്കപ്പെട്ട ആത്മാക്കളുടെ പിന്നാലെ ഞാൻ കൃപകളുമായി ചെല്ലുന്നുണ്ട്. പക്ഷേ അവരൊന്നും എന്നെ ശ്രദ്ധിക്കുന്നില്ല. അവരവരുടെ തിരക്കുകളിൽ ഇങ്ങനെ മുഴുകി ജീവിക്കുകയാണ്. ഒരു നിമിഷം പോലും പാഴാക്കാതെ
ത്യാഗങ്ങൾ അനുഷ്ഠിച്ച് പരിഹാരം അനുഷ്ഠിച്ച് ഉപവസിച്ച് രാത്രി ആരാധന നടത്തി പരിശുദ്ധ കുർബാനയിലൂടെ പരിഹാരം ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ ഈശോ പറഞ്ഞു, അലസരായിട്ട് അവിടെ ഇവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുന്നവരാകരുത് നിങ്ങൾ സ്വയം ബലിയാകാൻ ശ്രദ്ധിക്കണം. കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലുമൊക്കെ ഇഷ്ടംപോലെ ബലിയാകാനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോഴൊക്കെ ഇത് ഓർക്കാം, നമുക്ക് ആത്മാക്കളുടെ രക്ഷയ്ക്ക് ഇതാണ് ആവശ്യം. ആത്മാക്കളെ നേടണോ? സഹനം വേണം, സഹനം സഹിക്കണം. ഈശോ പറയാണ്, നീ നിൻ്റെ ത്യാഗങ്ങളും പരിഹാരങ്ങളും വഴി മോചിപ്പിച്ച നിരവധി ആത്മാക്കളും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്തോടെ നിന്നെ അഭിവാദ്യം ചെയ്യാൻ കാത്തിരിക്കുകയാണ്. അവരെല്ലാവരും അവരുടെ നല്ല സുഹൃത്തായ നിന്നെ കാണാൻ കാത്തിരിക്കുന്നു. എലിസബത്തിനോട് ഈശോ പറയുകയാണ്, നിൻ്റെ ഈ സഹനങ്ങൾ ആത്മീയ നിയന്താക്കളില്ലാത്ത അനേകർക്ക് വേണ്ടി സമർപ്പിക്കുക. അതുപോലെ വിശുദ്ധരായ വൈദികരുണ്ടാകാൻ പ്രാർത്ഥിക്കുക. ഈശോ പറയാണ്, ഒരു വൈദികൻ ക്ഷമയോടും സഹതാപത്തോടും കൂടെ കുമ്പസാരം ശ്രവിച്ചിരുന്നെങ്കിൽ എത്രയോ ആത്മാക്കൾ എൻ്റെ അടുക്കൽ വന്നു ചേരുമായിരുന്നു. ഇതാണ് ഈശോയുടെ സങ്കടം. ഈശോ പറയുകയാണ്, നീ എൻ്റെ ഭാരമേറിയ കുരിശ് വഹിക്കാൻ ഒന്ന് എന്നെ സഹായിക്ക്, എന്നെ തനിച്ചാക്കി വിടല്ലേ എന്ന്. എലിസബത്ത് സാൻഡോയ്ക്ക് അമ്മ പറഞ്ഞു കൊടുത്ത ഈ ഒരു കാര്യം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. ആരെങ്കിലും എവിടെയെങ്കിലും എൻ്റെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയെ പ്രതി 3 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലിയാൽ ഞാൻ ഒരാത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് മോചിപ്പിക്കും. മാത്രമല്ല, ശുദ്ധീകരാത്മാക്കളുടെ മാസത്തിൽ ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലുമ്പോഴും 10 ശുദ്ധീകരാത്മാക്കൾ മോചിതരാകും. എന്നിട്ട് അമ്മ പറയാണ്, എൻ്റെ മാതൃഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിൽ വരുന്ന കൃപയുടെ ഫലം സഹനാത്മാക്കൾ തിരിച്ചറിയും. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയെ ഓർത്തുകൊണ്ട് 3 നന്മ നിറഞ്ഞ മറിയമേ ജപം ചൊല്ലിയാൽ പരിശുദ്ധ അമ്മ ഒരാത്മാവിനെ ആ നിമിഷം ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിക്കുമെന്ന്. അതുപോലെ നവംബർ മാസത്തിൽ ഈ സ്നേഹാഗ്നി ജ്വാലയെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലുമ്പോഴും 10 ശുദ്ധീകരാത്മാക്കൾ മോചിക്കപ്പെടുമെന്ന്. ഈശോയാകുന്ന ദൈവം തനിച്ചാകാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈശോയ്ക്ക് എപ്പോഴും നമ്മുടെ സാമീപ്യം വേണം. എപ്പോഴും എലിസബത്തിനോട് ഈശോ പറയുന്നത്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, ഞാൻ നിൻ്റെ കൂടെ നീ എൻ്റെ കൂടെ ആയിരിക്കണം. അപ്പോഴേ സഹനങ്ങൾ ശക്തിയോടെ സഹിക്കാൻ നിനക്ക് പറ്റുള്ളൂ. പിന്നെ ഈശോ കൂട്ടിച്ചേർത്തു, കുഞ്ഞെ, ഇത്രയേറെ അടുപ്പത്തോടെ എന്നോട് സംസാരിക്കുന്ന കുറേ പേരുണ്ടായിരുന്നെങ്കിൽ എൻ്റെ പരാതി കുറയുമായിരുന്നു. പക്ഷേ ഈ ലോകത്തിലെ ആളുകൾക്ക് എന്നെ ഓർക്കാൻ സമയമില്ല എന്നാണ് ഈശോ പറയുന്നത്. ഈശോ പറഞ്ഞു, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ നിനക്ക് വലിയ സഹനങ്ങൾ തന്നു. അത് ക്ഷമാപൂർവ്വം സഹിക്കാൻ നിന്നോട് ആവശ്യപ്പെട്ടു. നിനക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, ഈ രാജ്യത്തിലെ സകല കുടുംബങ്ങൾക്കും വേണ്ടി നീ പ്രാർത്ഥിക്കുക, നീ സഹിക്കുക. കാരണം ഈ അന്ത്യകാലത്ത് സാത്താൻ ഉത്സാഹത്തിമിർപ്പാർന്ന ക്രോധത്തോടെ കുടുംബങ്ങളെ തകർത്ത് തരിപ്പണമാക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സഹിക്കാം. എൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് സഹനം. എന്നെ ആലിംഗനം ചെയ്യുക, സ്നേഹിക്കുക, എന്നെ വിശ്വസ്തയോടെ സേവിക്കുക. ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്നത് സഹനം മൂലമാണ്. നീ ഒരു അമ്മയായതുകൊണ്ട് നിനക്കറിയാം കുടുംബങ്ങൾ എത്രമാത്രം ശിഥിലമാണിപ്പോൾ എന്ന്. ഈശോ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്, സഹനത്തിലൂടെ മാത്രമേ മാനസാന്തരങ്ങൾ നൽകപ്പെടൂ, അവരെ രക്ഷിക്കാൻ കഴിയൂ എന്ന്. എനിക്കെതിരെയുള്ള പാപങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചു കഴിയുമ്പോൾ കുടുംബങ്ങൾ നാനാവിധമാകും.
അവർക്ക് വേണ്ടി നീ സഹിക്കുക. പരിഹാര പ്രായശ്ചിത്തങ്ങൾ ചെയ്യുക. ഒരു ചെറിയ സന്ദർഭം പോലും നീ ഒഴിവാക്കി കളയരുത്. നിന്റെ സഹനങ്ങളുടെ ആവശ്യം എന്തെന്ന് നീ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്നോ? എന്നോട് കൂടിച്ചേരുന്ന ആളുകളുടെ എണ്ണം വളരെ ചെറുതാണെന്ന് നീ കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ചെറുതാകുന്നത്? സഹനങ്ങൾ സ്വീകരിക്കുന്ന ഒരു ചെറിയ ഗണമേ ഈ ലോകത്തുള്ളൂ. അവയിൽ നിലനിൽക്കുന്നവരോ അതിലും ചെറുതാണ്. പ്രിയ കൂട്ടുകാരെ, സഹനം സ്വീകരിക്കാത്തവരുടെ മേൽ കൃപകൾ ചൊരിയുക സാധ്യമല്ല. ഈശോ വ്യക്തമായി പറയുകയാണ്, സഹനം വേണം ആത്മാക്കളുടെ രക്ഷയ്ക്ക്. അങ്ങനെ വരുമ്പോൾ ഇന്ന് സഹനം ഇല്ലാതാകാൻ, സഹനമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ്, അതെല്ലാം ഇല്ലാതാക്കാൻ നമ്മളെല്ലാവരും ഓടി നടക്കുകയാണ്. എവിടെ പോയി എന്ത് ഭക്താഭ്യാസമാണ് ചെയ്യേണ്ടത്? നമ്മുടെ കാര്യം നടക്കാൻ സഹനങ്ങൾ ഒഴിവാക്കി കിട്ടണം. പരിശുദ്ധ അമ്മ പറയുന്നു, ഈശോ പറയുന്നു, സഹനമില്ലെങ്കിൽ നീ എൻ്റെ കൃപകൾക്ക് യോഗ്യമല്ല. പ്രിയ കൂട്ടുകാരെ, വളരെ ലളിതമായിട്ടാണ് ഇത് എലിസബത്ത് സാൻ്റയോട് പറയുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ 11ാം ഭാഗം നിർത്തുകയാണ്. നമുക്കിതെല്ലാം ചിന്തിക്കാം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ മാറ്റാൻ വേണ്ടി നമ്മൾ ഓടി നടന്നു, അതെല്ലാം പാഴാക്കിക്കളഞ്ഞു. ഇത് നമുക്ക് ചിന്തിക്കാം. സഹനം സ്വീകരിക്കാത്തവരുടെ മേൽ കൃപകൾ ചൊരിയുക സാധ്യമല്ല. നമ്മുടെ ഹൃദയം നമുക്ക് സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള ശക്തിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കാം. 2026 തിരിച്ചറിവ് കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ ഹിതം. അല്ലാതെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടാൻ ഓടി നടക്കുന്നതല്ല പ്രാർത്ഥന. നമുക്ക് ഈശോയും മാതാവും ഈ എലിസബത്ത് സാൻ്റയോട് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുത്ത് അതുപോലെ പ്രാർത്ഥനയെ കൊണ്ടുപോകാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.